നന്ദുഷ വിവരങ്ങളുമായി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ, എന്തായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യം? മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ദാരുശില്പം കൊണ്ടുപോയി, പീഠം കൊണ്ടുപോയ കാര്യമൊക്കെയാണ് പറയുന്നത്. സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റാൻ ഉത്തരവിട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് എ പത്മകുമാർ. അതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചോ? തീർച്ചയായും അജിത്, ഈ സ്വർണ്ണപ്പാളി വിവാദം തുടങ്ങിയ നാൾ മുതൽ തന്നെ പത്മകുമാറിന്റെ പ്രതികരണങ്ങൾ നമ്മൾ ആരായുന്നതാണ്. അപ്പോൾ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിവിധ ചട്ടങ്ങളിൽ ഉയർന്നുവന്ന ആരോപണങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധമടക്കം നിരവധി തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വിഷയത്തിൽ ഇന്നലെ ഹൈക്കോടതി കുറ്റപ്പെടുത്തിയ കാര്യങ്ങളാണ് പ്രധാനമായും മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത്തരം മറുപടി പറഞ്ഞത്. അതായത് 1.5 കിലോ ആയിരുന്ന സ്വർണ്ണപ്പാളി എങ്ങനെ 50 പവനായി കുറഞ്ഞു എന്ന കാര്യം തിരുവാഭരണ കമ്മീഷനാണ് പറയേണ്ടതെന്നും തിരുവാഭരണ കമ്മീഷനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണവും ഒക്കെയാണ് ഇന്ന് പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ തൃപ്തിയുണ്ട്, ദേവസ്വം വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞതെങ്കിൽ കുറച്ചുകൂടി വ്യക്തതയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം സംസാരിച്ചു. ശബരിമലയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കലകി തെളിയാനുണ്ടെന്നും തിരുവാഭരണ അല്ലെങ്കിൽ സ്വർണം കൊണ്ട് അവിടെ പൂശിയ വിജയമല്യയുടെ 98-ലെ തൊഴിലാളികളെ അടക്കം ഇപ്പോൾ സംശയ മുനമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു പത്മകുമാറിന്റേതായി ഇന്ന് പുറത്തു വന്നത്. ഏതായാലും അദ്ദേഹം കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊന്നും കടക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. കാര്യം ഇന്ന് ഇപ്പോൾ തിരുവാഭരണം കമ്മീഷനെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന ഒരു പ്രതികരണത്തിലൊന്നും അദ്ദേഹം മുതിരാൻ സാധ്യതയില്ല എന്നും ഈ അവസരത്തിൽ വ്യക്തമാവുന്നുണ്ട്. കാരണം പൂർണ്ണമായും ഉദ്യോഗസ്ഥ വർഗത്തെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിൽ നിന്ന് തടിതപ്പാനുള്ള ഒരു നീക്കമാണ് പത്മകുമാർ നടത്തുന്നതെന്ന് വ്യക്തമാണ്. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇടപെടുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രസിഡന്റിന് ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഉദ്യോഗസ്ഥർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു നാടൻ നയമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഏതായാലും നിലവിൽ ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ തിരുവാഭരണ കമ്മീഷണറെ പഴിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് പത്മകുമാറിന്റേതായി ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം വിജയമല്യയുടെ 99 സ്ത്രീകളോടക്കം സ്വർണം പൂശിയ തൊഴിലാളികളെയും അദ്ദേഹം പഴിക്കുന്നുണ്ട്.